Watch India's largest kids library only on Jio Hotstar. Download the app now. എല്ലാവരുടെയും ശ്രദ്ധയ്ക്കായിട്ട് പറയുകയാണ്, ഉർഫുരി നഗറിൽ ആദ്യമായിട്ട് ഫിലിം ഷെയർ അവാർഡ് നടക്കാൻ പോകുകയാണ്. നിങ്ങൾ ഏതെങ്കിലും ഷോർട്ട് ഫിലിം തയ്യാറാക്കിയിട്ട് ഞങ്ങളുടെ കൂടെ വന്ന് രജിസ്റ്റർ ചെയ്യുക. ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ഫിലിമിന് കിട്ടിയിരിക്കും ഓരോ ഗോൾഡൻ ട്രോഫി. ജയിക്കുന്ന ആളുടെ ഇന്റർവ്യൂ എല്ലാ ന്യൂസ് പേപ്പറിലും ഉണ്ടാവുന്നതായിരിക്കും, എല്ലാ ചാനലുകളിലും വരും. അവർ രായ്ക്ക് രാമാനം സ്റ്റാറായി മാറിയിരിക്കും. താങ്ക് യു. നമുക്ക് അങ്ങനെ അവാർഡ് കിട്ടി കേട്ടോ. വെറുതെ നീ സ്വപ്നം കാണണ്ട, നമുക്ക് അവാർഡൊന്നും കിട്ടിയിട്ടില്ല. ആദ്യം നീ സമോസ കഴിക്കേ. ഒരൊറ്റ രാത്രി കൊണ്ട് ഞാൻ സ്റ്റാർ ആക്കാൻ പോവുകയാണ്. ഞാനാണ് സ്റ്റാർ മെറ്റീരിയൽ. ഞാനാണ് ആ ഷോർട്ട് ഫിലിം എടുക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ തന്നെ അവാർഡും ജയിക്കും. കൂട്ടുകാരെ, ഞാനും പത്ലവും ഒരുമിച്ച് ഒരു ആക്ഷൻ കോമഡി ഫിലിം നിർമ്മിക്കാൻ പോവാണ്. ചിങ്കം സാറേ, ഞങ്ങളുടെ ഈ സംരംഭം നന്നായി വരുവാൻ ഈ തേങ്ങ ഒന്ന് പൊട്ടിച്ച് ഷൂട്ടിംഗ് ഒന്ന് ഉദ്ഘാടനം ചെയ്യണം. വരൂ ചിങ്കം സാറേ. എന്റെ അമ്മോ, ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം. പക്ഷെ ഉദ്ഘാടനം മാത്രം ഞാൻ ചെയ്യില്ല, പ്ലീസ്. ചിങ്കം സാറേ, ഒന്ന് തുടങ്ങി വെച്ചില്ലെങ്കിൽ അതൊരിക്കലും തീർക്കാൻ പറ്റില്ല. അങ്ങനെ തീർത്താലല്ലേ അതിനെ കൊണ്ട് വല്ല ഗുണവും ഉണ്ടാവും. തീർത്തില്ലെങ്കിൽ നോമിനേറ്റ് ആവാൻ പറ്റില്ല. നോമിനേറ്റ് ആയില്ലെങ്കിലോ പിന്നെ അവാർഡും കിട്ടില്ല. ഇനി പറയൂ ചിങ്കം സാറേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങളുടെ കൂട്ടുകാർ തോൽക്കണമെന്ന്? എന്റെ അമ്മോ മോട്ടോ, ഇമോഷണലായി സംസാരിക്കുന്ന കാര്യത്തിൽ നിന്നെ വെല്ലാൻ ആർക്കും കഴിയില്ല. തരൂ, നാളികേരം തന്നേ. എല്ലാം നല്ലത് തന്നെ. എന്റെ അമ്മോ, എനിക്ക് വീണ്ടും പണികിട്ടേ. മോട്ടുവിന്റെ ഉദ്ഘാടന ചടങ്ങ് എനിക്കൊരു പാരവെപ്പാണ്. ഈ ആംഗിള് വളരെ ശരിയാണ്. ഇത് നോക്കും മോട്ടു, ഇപ്പൊ സീന് മനസ്സിലാക്കിക്കോളൂ. പിന്നെ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരുന്നു. ആ സമയത്ത് മോട്ടു അവന്റെ ക്യാമറയില് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ, എങ്ങനെയുണ്ട്? എനിക്കാണെങ്കിൽ ഈ നല്ല വിശപ്പുണ്ട്. വരൂ, നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. നിങ്ങളുടെ വിശപ്പിനെ ഞാൻ തീർത്തു തരാം. ആക്ഷൻ. വരൂ, നമുക്കൊരു സെൽഫി എടുക്കാം. പൊളിച്ചടത്തല്ല, കൊറേ നേരമായി നല്ല വിശക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും പോയി കഴിച്ചാലോ? നിങ്ങൾ പോയി കഴിക്കേ, അതുവരെ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ജോൺ, അവിടെ നിൽക്കും ജോൺ. അവനെ വിടല്ലേ, ക്യാമറ നമുക്ക് വേണം. ഇതെന്താ റോളർ കോസ്റ്റർ പോലെ പോകുന്നത്? ജോൺ, ഇന്ന് നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാം. നീ കണ്ടോ, നീ എല്ലാം മറക്കും. നീ ആരാണെന്ന് പോലും. മോട്ടു, ജോൺ ആകാൻ പോകുന്നു. ജോൺ ആകാൻ പോകുന്നു. ഒരു തവണ എന്നെ ടച്ച് ചെയ്ത് കാണിക്കേ, വന്ന് പിടിക്കേ, നോക്കട്ടെ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ. മോട്ടു, സമോസ കഴിക്കേ, പണി തുടങ്ങ്. ജോൺ, ഞാൻ നിന്നെ വെറുതെ വിടില്ല. മോട്ടു നിങ്ങളെടുത്ത് വീണ്ടും മുഹൂർത്തത്തിന് വരാൻ വേണ്ടി വിളിക്കുന്നു. ഇല്ല ജോൺ, No, 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 no. ഞാൻ ആർക്കും എപ്പോഴും ഉദ്ഘാടന ചടങ്ങ് നടത്തില്ല. അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡിൽ പൊക്കൂടെ? Yes.
കിങ്ഡം സർ കുറച്ചും കൂടി സ്പീഡായിട്ട് സ്പീഡ് കയറ്റുക സാർ. എന്റെ അമ്മോ ഇതെന്തായി സംഭവിച്ചത്? എന്റെ ബൈക്ക് എവിടെ പോയി? എന്റെ അമ്മോ കടല പപ്പടം. അമ്മേ. കലക്കി മോട്ടു കലക്കി. എന്തൊരു ഷോട്ടായിരുന്നു അത്. ഈ ഫിലിം എന്തായാലും ഹിറ്റ് ആവും. എന്റെ പത്തിലു ആദ്യം ഷൂട്ട് ചെയ്താലല്ലേ അത് ഹിറ്റ് ആവുള്ളൂ. ഫിലിം ഒക്കെ ഉണ്ടാക്കാൻ പറ്റും മോട്ടു. ഞാനെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. വരൂ നമുക്ക് ഫിലിം അവാർഡ് സെറിമണിയിലേക്ക് പോവാം. വാ. തന്നെ അവാർഡ് കിട്ടിയിരിക്കും. ഹലോ മോട്ടു പത്ലു, ഞങ്ങൾ PR ഏജൻസിയിൽ നിന്നും വരികയാണ്. നിങ്ങളുടെ സിനിമയ്ക്ക് കുറെ അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ തന്നെ സ്റ്റേജിലേക്ക് പോയാൽ അത് അത്ര നന്നായിട്ടുണ്ടാകില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ ക്രൗഡിന്റെ ഒപ്പം പോയി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പേര് അനൗൺസ് ചെയ്യുമ്പോൾ ഫ്ലാഷ് ലൈറ്റിനെ നിങ്ങളുടെ മേലെ അടിക്കും. അപ്പോൾ നിങ്ങൾ ക്രൗഡിൽ നിന്നും പുറത്തു വന്ന് സ്റ്റേജിലേക്ക് വന്നാൽ എല്ലാവരുടെ ശ്രദ്ധയും നിങ്ങളുടെ മേലെ ആയിരിക്കും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പൊളിച്ചേ. ഗുഡ് ഗുഡ് വെരി ഗുഡ്. പത്ലു വേഗം പിന്നെ പോയി നോക്കാം. വരൂ. എക്സ്ക്യൂസ് മീ. നിങ്ങൾക്കെല്ലാവർക്കും ഫിലിം ഷെയർ അവാർഡിലേക്ക് സ്വാഗതം. ഞങ്ങൾക്ക് വളരെയധികം പേരുടെ എൻട്രീസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വിന്നർക്ക് കുറച്ച് പേർക്കല്ലേ ആകാൻ സാധിക്കൂ. അതുകൊണ്ട് ഇന്നത്തെ രാവിന്റെ ആദ്യത്തെ അവാർഡാണ് ബെസ്റ്റ് റൈറ്റിംഗിന് വേണ്ടിയുള്ളത്. എന്നിട്ട് ഈ അവാർഡ് പോകുന്നത് മോട്ടൂരും പത്ലൂരുമാണ്. ഹലോ സാർ, ഞാനാണ് മോട്ടു പത്ലുവിന്റെ പാർട്ട്ണർ. അവർ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് പകരം ഞാൻ ഈ അവാർഡ് മേടിച്ചോളാം. ഞങ്ങൾക്ക് വിഷമമുണ്ട്. മോട്ടു പത്ലുമാർ ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ അവാർഡ് അവരുടെ പാർട്ട്ണറിന് കൊടുക്കുന്നു. മോട്ടു പത്ലുമാർക്ക് വേണ്ടി ഒരു വലിയ കൈയടി കൊടുക്കൂ. അതെ, പക്ഷേ ഞാൻ ഇവിടെ ഉള്ളത്. വഴിമാറൂ, എന്നിട്ട് ഞങ്ങൾ പോകാൻ അനുവദിക്കൂ. ജോണാകാൻ പോകുന്നു ഡോൺ. ജോണാകാൻ പോകുന്നു ഡോൺ. മോട്ടു പത്ലുവിന്റെ ഫിലിമിനെ എന്നെ കൊണ്ട് ഫ്ലോപ്പ് ആക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ ലോകത്തിൽ അവരെ ഞാൻ ഫേമസ് ആകാൻ വിടില്ല. TV പിന്നെ ന്യൂസ് പേപ്പർ എല്ലാത്തിലും അവാർഡ് വാങ്ങുമ്പോൾ എന്റെ ഫേസ് തന്നെ കാണണം. അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ എല്ലാവരുടെയും ഫേമസ് ആകും. ജോൺ ആകാൻ പോകുന്നു ഡോൺ. ജോൺ ഫേമസ് ആകാൻ പോകുന്നു. മോട്ടു പത്ലുജി, നിങ്ങൾ എന്താ സ്റ്റേജിലേക്ക് വരാത്തത്? നിങ്ങൾ എവിടേക്ക് പോയി? സാരമില്ല, നിങ്ങളുടെ പേര് വീണ്ടും അനൗൺസ് ചെയ്യും. നിങ്ങൾ രണ്ടുപേരും അതുവരെ വന്ന് എന്റെ കൂടെ കാരവനിൽ വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ പേര് എപ്പോൾ അനൗൺസ് ചെയ്യുന്നു നിങ്ങൾ അപ്പോൾ വന്നാൽ മതി. നിങ്ങൾ അതുവരെ കാരവനിൽ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കൂ. പ്ലീസ് വരൂ. വരൂ വരൂ, പ്ലീസ് വരൂ. മോട്ടു പത്ലു, നിങ്ങൾ ഇതേ കാരവനിൽ അടഞ്ഞു കിടക്കൂ. എല്ലാ അവാർഡ്സും ഞാൻ തന്നെ മേടിച്ചോളാം. അതിനുശേഷം നിങ്ങൾ തന്നെ നോക്കിക്കോളൂ ഞാൻ എത്ര ഫേമസ് ആകുമെന്ന്. I don't believe this. ഞങ്ങളുടെ കോൺടെസ്റ്റിലെ എല്ലാ അവാർഡും ഏതാണ്ട് മോട്ടു പത്ലുവിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബെസ്റ്റ് ഡയറക്ടർ മോട്ടു പത്ലു, ബെസ്റ്റ് സിനിമാറ്റോഗ്രാഫർ മോട്ടു പത്ലു, ബെസ്റ്റ് ഫിലിം മോട്ടു പത്ലു. പത്ലു, നമ്മൾ വീണ്ടും കുടുക്കിൽപ്പെട്ടിരിക്കുകയാണ്. വേഗത്തിൽ എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. മോട്ടു സമോസ കഴിക്കാൻ എന്നിട്ട് പണി തുടങ്ങ. ജോൺ, ഇവർ രണ്ടുപേരും ഇപ്പൊ എങ്ങനെ വന്നു?
കൂട്ടുകാരെ, ഞങ്ങളിതാ എത്തിയിരിക്കുന്നു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ട്ണർ ജോണിനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനം തോന്നുന്നു. ഇദ്ദേഹം ഞങ്ങളുടെ ബെസ്റ്റ് കൂട്ടുകാരനാണ്. ഒരു ദിവസം ഇയാൾ ഒരുപാട് മുകളിലെത്തും. ഒരു ദിവസം എന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ദിവസവും മുകളിൽ പോയി നിൽക്കും. കൂട്ടുകാരെ, let me present Motu and Patlu. Please give them a big hand. എന്റെ ഫോൺ എവിടെ പോയി? നെറ്റ്വർക്ക് ഫുൾ ആയിട്ടല്ലേ ഉള്ളത്? ചിങ്ങം സാർ, ഇത്ര സ്റ്റാർസിന്റെ ഇടയിൽ എനിക്ക് പേടിയായിട്ടുണ്ട്. എന്റെ അമ്മോ ജോൺ, നീ ആകാശത്തിൽ അങ്ങനെ തന്നെ പാറി പറന്ന് നടക്ക്. ബൈ. Watch India's largest kids library only on Geo Hotstar. Download the app now.